കേവലം ഞാനൊരു കൊച്ചു പൈതൽ. തെറ്റുകൾ വന്നാലും കുറ്റങ്ങൾ വന്നാലും മാപ്പു നൽകിയിടേനെ കൂട്ടുകാരെ. കേവലം ബാലികയായ ഞാൻ അവതരിപ്പിക്കുന്ന ഈ കഥാപ്രസംഗത്തിലെ തെറ്റുകുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന യാചനയോടുകൂടി ഞാൻ എൻ്റെ കഥാപ്രസംഗം ആരംഭിക്കുന്നു. ദൈവം എന്നും നമ്മോട് കൂടിയുണ്ട്. ദൈവത്തിന്റെ ശക്തി അനന്തവും അവർണ്ണനീയവുമാണ്. സകല ആപത്തുകളിൽ നിന്നും അവിടുന്ന് നമ്മെ കാത്തുരക്ഷിക്കുന്നു. നിരവധി എതിർപ്പുകളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടും താൻ വിശ്വസിക്കുന്ന സത്യദൈവത്തെ തള്ളിപ്പറയാൻ കൂട്ടാക്കാതെ മുന്നോട്ട് നീങ്ങിയ ഒരു യുവ ധീരന്റെ കഥയാണ് ഇത്തവണ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവമഹത്വം വിളങ്ങി നിൽക്കും വീരകഥ ഇതു കേട്ടുകൊള്ളൂ. പഴയ നിയമത്തിൻ താളിൽ നിന്നും ചീന്തിയൊരു കഥ കേട്ടുകൊള്ളൂ. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും ചീന്തിയെടുത്ത ദിവ്യമായ ഒരു കൊച്ചു കഥയാണിത്. ഭയങ്കരമായ ആപത്തിലകപ്പെട്ട് കേഴുന്ന തന്റെ വിനീതനായ ദാസൻ ദൈവം രക്ഷിച്ച കഥ. നമ്മുടെ കഥയുടെ പേരാണ് ദാനിയേലും സിംഹങ്ങളും. പേരെഴും ബാബിലോൺ ചക്രവർത്തി, വീരനിൽ വീരനാം ചക്രവർത്തി, പണ്ടു ജെറൂസലേം കൊള്ള ചെയ്യാൻ കൂട്ടുകാരോടൊത്തു യാത്രയായി. ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ ഒരിക്കൽ ജെറുസലേം നഗരം കൊള്ളയടിച്ചെന്നാണ് പറയപ്പെടുന്നത്. പൊന്നും പണവും കവർച്ച ചെയ്തു, രത്നങ്ങളൊത്തിരി കൈക്കലാക്കി, പട്ടണ ഗോപുരം ചാമ്പലാക്കി, നാട്ടുകാരൊക്കെയും തോറ്റുമണ്ടി. നെബൂഖദ്നേസറും പടയാളികളും ചേർന്ന് ജെറുസലേം നഗരം ആകെ താറുമാറാക്കി. അവിടുത്തെ രാജാവിനെ പിടിച്ചുകെട്ടി പട്ടണവാതിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടുത്തെ പൊന്നും പണവും രത്നങ്ങളും മാത്രമല്ല അവർ കൊള്ളയടിച്ചത്. ഏതാനും പ്രഭുക്കന്മാരെയും വിദ്വാൻമാരെയും പുരോഹിതന്മാരെയും പിടിച്ചുകെട്ടി അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. അക്കൂട്ടത്തിൽ 4 ബാലന്മാരും അടങ്ങിയിരുന്നു. ആ 4 ബാലന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ചന്ദ്രനെ പോലെ പ്രകാശമാർന്ന ചന്ദ്രനെഴുന്നൊരു കോമളാങ്കൻ, ശാന്തപ്രകൃതൻ വിനിതരൂപൻ, സത്യദൈവത്തിനെ കൈതൊഴുന്നു. സ്നേഹശീലും ശാന്തപ്രകൃതമായിരുന്ന ദാനിയേലിനെ ചക്രവർത്തിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹം അവന് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി. അവൻ പടിപടിയായി ഉയരാൻ തുടങ്ങി. കാലം ചിറകടിച്ചു പറഞ്ഞു. അതിനിടയിൽ ബാബിലോണിലെ സർവസ്വമായിരുന്ന നെബൂഖദ്നേസർ മരണമടഞ്ഞു. ദാര്യാവേശെന്നൊരു വീരമന്നൻ, മേദ്യ രാജ്യത്തിന്റെ വീരമന്നൻ, ബാബിലോൺ സർക്കാരികാരിയായി രാജ്യം ഭരിക്കാൻ തുടങ്ങി മെല്ലെ. മേദ്യ രാജാവായ ദാര്യാവേശ് ബാബിലോൺ ചക്രവർത്തിയായി സ്ഥാനമെടുത്തു. വീരനും ശൂരനുമാണെങ്കിലും അദ്ദേഹം വലിയ അഹംഭാവി പൊങ്ങച്ചക്കാരനുമായിരുന്നു. അദ്ദേഹത്തിന് ദാനിയേലിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹം അവന് കുറെ കൂടി ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു. ഇത് അസുരാലുകളും ദുർമോഹികളുമായ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചിന്തിച്ചു, ഇവനെ തുലയ്ക്കുവാൻ എന്തു മാർഗം, ഇവനെ തകർക്കുവാൻ എന്തു മാർഗം, ഇനിയും മടങ്ങിയിരുന്നു പോയാൽ നമ്മുടെ കാളികൾ കേമനാകും. അസുരാലുകളും ദുർമോഹികളുമായ അവർ ഒരിക്കൽ ദാര്യാവേശ് രാജാവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ തിരുമേനി, അങ്ങാണ് ഞങ്ങളുടെ ദൈവം. അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമുഖത്തില്ല. പൊങ്ങച്ചക്കാരൻ മന്നവേന്ദ്രൻ പൊങ്ങച്ച വാക്കുകൾ വിശ്വസിച്ചു. താനാണ് ശക്തനാം ദൈവമെന്നും വിഡ്ഢിയാം അദ്ദേഹം വിശ്വസിച്ചു. ഗൂഢതന്ത്രക്കാരായ അവരുടെ മുഖസ്തുതി രാജാവിന് വളരെയധികം ഇഷ്ടമാണ്. അഹങ്കാരത്തിന്റെ തീനാമ്പുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയർന്നു. താൻ ശക്തനാം ദൈവമാണെന്ന് അദ്ദേഹം ഊറ്റം കൊണ്ടു. അടുത്ത 30 ദിവസത്തേക്ക് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും അങ്ങയെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പന പുറപ്പെടുവിക്കണം. അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. ഇതും രാജാവിന് സ്വീകാര്യമായിരുന്നു. ഇനിയും നാം എന്താണ് ചെയ്യേണ്ടത്? കാപട്യക്കാരായ രാജകിങ്കരന്മാരോട് അദ്ദേഹം ചോദിച്ചു. ഈ വിളംബരം എത്രയും പെട്ടെന്ന് ഈ നാട്ടിലെ എല്ലാ ഇടങ്ങളിലും എത്തിക്കണം. വേറെ ദൈവത്തെ ആരാധിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ സിംഹങ്ങൾക്ക് ഇരയാക്കുമെന്നും അങ്ങ് പ്രഖ്യാപിക്കണം. ഭേഷ് ഭേഷ്, നാം ഇത് സമ്മതിച്ചിരിക്കുന്നു. രാജാവിന് സന്തോഷമായി. എങ്ങും പെരുമ്പറ കൊട്ടുകുഞ്ഞി എന്തെന്നറിയാൻ ജനങ്ങൾ തിങ്ങി. രാജവിളംബരം നാട്ടിലെങ്ങും രാജദൂതന്മാർ നടന്നു ചൊല്ലി. രാജവിളംബരം കേട്ടതെല്ലാം പേടിച്ചു വിറച്ചു. ഭയവിഹുലരായ ജനങ്ങൾ രാജകൊട്ടാരത്തിന് മുമ്പിൽ തിങ്ങിക്കൂടി. ദാര്യാവേശ് രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു
അങ്ങാണ് ഞങ്ങൾ തൻ സർവശക്തൻ, അങ്ങാണ് ഞങ്ങൾ തൻ ജീവനാഥൻ. മറ്റൊരു ദൈവം ഈ മണ്ണിലില്ല, മറ്റൊരു ശക്തിയും പിന്നിലില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ ശിരസ് ഒന്നും കൂടി ഉയർന്നു. താൻ സാക്ഷാൽ ദൈവമാണെന്ന് അദ്ദേഹം ഊറ്റം കൊണ്ടു. എന്നാൽ ഒരാൾ മാത്രം ഈ കൽപ്പനയെ മാനിച്ചില്ല. അത് നമ്മുടെ ദാനിയേലായിരുന്നു. ദാനിയേൽ നിത്യവും താൻ വിശ്വസിക്കുന്ന സത്യദൈവത്തിൽ ആരാധിച്ചുകൊണ്ടേയിരുന്നു. ഇത് ദാനിയേലിന്റെ ശത്രുക്കളായിരുന്ന ചിലവർ കണ്ടെത്തി രാജാവിനോട് പറഞ്ഞു. രാജാവ് അടിമുടി വിറച്ചു. അവനെ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ ഹാജരാക്കുവാൻ രാജാവ് കൽപ്പിച്ചു. രാജകിങ്കരന്മാർ അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. വിനയം വഴിയും ശിരസുമായി, മന്ദഹാസം പൂണ്ട ചുണ്ടുമായി, പൊന്തിരുമേനി തൻ മുന്നിലായി, ദാനിയേൽ നിന്നു പ്രശാന്തനായി. വിനയഭാവത്തിൽ കുഞ്ഞ ശിരസും കുഞ്ചിക്കുന്ന ചുണ്ടുമായി അവൻ തന്റെ പ്രിയപ്പെട്ട തിരുമേനിയിൽ ശാന്തനായിരുന്നു. രാജാവ് അവനോട് ചോദിച്ചു, ദാനിയേൽ, ഈ നാട്ടിലെ ദൈവം നാം ആകുന്നു. നമ്മെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുവാൻ പാടില്ല. നിനക്ക് നമ്മെ ആരാധിക്കുവാൻ സാധ്യമാണോ? ദാനിയേൽ മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങൊരു രാജാവ് മാത്രമല്ലോ, നാടിന്റെ പാലകൻ മാത്രമല്ലോ. രാജാവ് ഒരിക്കലും ദൈവമല്ല, ദൈവവും നേരുള്ളൂ സത്യദൈവം. ഇത് കേട്ടപ്പോൾ രാജാവിന്റെ കോപം ഒന്നുകൂടി ഏൽപ്പിച്ചു. അദ്ദേഹം അലറി, എന്ന് നീ നമ്മെ ധിക്കരിച്ചിരുന്നോ? നമ്മെ ദൈവമായി അംഗീകരിക്കാൻ നിനക്ക് സാധ്യമല്ലോ. അല്ല അല്ല, ദാനിയേൽ തറപ്പിച്ചു പറഞ്ഞു. അവന്റെ ധീരമായ വാക്കുകൾക്ക് മുമ്പിൽ രാജാവ് ഒരു നിമിഷം പതറിപ്പോയി. എങ്കിലും അദ്ദേഹം വീണ്ടും ചോദിച്ചു, ദൈവമായി നമ്മളെ കൈവഴങ്ങാൻ സാധ്യമല്ലെന്നോ നിനക്ക് മാത്രം? ധിക്കാരം നമ്മൾ പൊറുക്കുകയില്ല, സിംഹത്തിൻ കൂട്ടിൽ എറിഞ്ഞിടുന്ന. അത്തരം വീഴ്ചയൊന്നും ദാനിയേലെ തളർത്തിയില്ല. അവൻ അനുസരണ ആട്ടിൻകുട്ടിയെ പോലെ അവിടെ ഉറച്ചു നിന്നു. എങ്കിൽ ഇവരെ സിംഹത്തെ ഇരയാക്കും, രാജാവ് ആജ്ഞാപിച്ചു. ആരവിടെ? ഇവനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകും. ദാനിയേൽ സിംഹത്തിൻ കൂട്ടിലായി, ക്രൂര സിംഹങ്ങൾ തൻ കൂട്ടിലായി. ആയുവ ധീരനെ കൊന്നു തിന്നാൻ സിംഹങ്ങൾ വായും പിളർന്നു ചെന്നു. നേരം രാത്രിയായി. സിംഹങ്ങൾക്ക് ഗുഹയിൽ നിന്ന് ഭയങ്കരമായ അലർച്ച കേട്ടുകൊണ്ടേയിരുന്നു. നല്ലവരും സ്നേഹസമ്പന്നമായ ദാനിയേലിനെ നാം സിംഹങ്ങൾക്ക് ഇരയാക്കിയല്ലോ എന്നോർത്ത് രാജാവിന്റെ മനസ്സ് വെന്ത് നീറി. എവിടെയോ പാതിര കോഴി കൂകി, പക്ഷികൾ പിന്നാലെ പാട്ടുപാടി. രാജാവ് പൂമെത്ത വിട്ടുവേഗം കൂടിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. വേദന കൊണ്ട് പുളഞ്ഞ രാജാവ്, ദാനിയേലിനെ നാം സിംഹങ്ങൾക്ക് ഇരയാക്കിയല്ലോ നില വിളിച്ചുകൊണ്ട് കൂടിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. തിരുമേനി, എന്നെ സിംഹങ്ങൾ കൊന്നു തിന്നിട്ടില്ല, ഞാനിതാ ഇതിനകത്ത് തന്നെയുണ്ട്. അത് ദാനിയേലിന്റെ ശബ്ദമായിരുന്നു. എന്ത്? നമുക്ക് നമ്മുടെ സ്വന്തം കണ്ണിലെ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. നിന്നെ സിംഹങ്ങൾ കൊന്നു തിന്നില്ലെന്നോ? ഇല്ല തിരുമേനി, ഞാൻ വിശ്വസിക്കുന്ന എന്റെ സത്യദൈവം ഈ സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. രാജാവ് ഒരു നിമിഷം പതറിപ്പോയെങ്കിലും അദ്ദേഹം സന്തോഷിച്ചിതനായി ദാനിയേലിനെ കെട്ടി പുറന്നുകൊണ്ട് പറഞ്ഞു, ക്രൂര സിംഹങ്ങൾ തൻ വായടയ്ക്കാൻ അത്രയ്ക്കു ശക്തനോ നിന്റെ ദൈവം? എങ്കിൽ ആ ദൈവത്തിൻ മുൻപിൽ നാമും കയ്യുകൾ കൂപ്പുന്നു കൂട്ടുകാരാ. അന്നു മുതൽ രാജാവ് സാക്ഷാൽ ദൈവത്തെ തന്നെ ആരാധിക്കുവാൻ തുടങ്ങി. നല്ല വഴിയിൽ നടക്കൂലേ, ദൈവം ഒരിക്കലും കൈവിടില്ല. തന്നുടെ പാദങ്ങൾ തേടുകൂലേ, നാഥൻ ഒരിക്കലും കൈവിടില്ല. ഇതാണ് ദാനിയേലിന്റെ സിംഹങ്ങളുടെയും കഥ. തന്നെ സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ ദൈവം ഒരു കാലത്തും കൈവിടില്ല എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി.